ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളത്തെ മഴതോറും മുമ്പേ സീരിയൽ അലീനയുടെയും നമ്മുടെ മനുശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നാളത്തെ പ്രൊമോയിൽ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും അലീനയും മനുവും കൂടെ നമ്മുടെ രോഹിത്തിനെ കാണാനായിട്ട് ജയിലിൽ പോവുകയായിരുന്നു. ആ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. ഒരു അച്ഛൻ എന്ന നിലയിൽ ബാലചന്ദ്രന് അത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിപ്പോയി. സ്വന്തം മകനെ വളർത്തി എല്ലാ സൗകര്യങ്ങളും ആവശ്യത്തിൽ കൂടുതൽ നൽകി വളർത്തിയ മകനെ ഒരു ജയിലിൽ ഇരുമ്പഴിക്കുള്ളിൽ പോയി കാണേണ്ടി വന്ന ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥയാണ്. ഒട്ടും തന്നെ ബാലചന്ദ്രൻ അത് താങ്ങാൻ പറ്റുന്നില്ല. തിരിച്ച് വണ്ടിയിൽ വരുന്ന സമയത്ത് കുഞ്ഞുനാളിൽ അവൻ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെ അലീനയ്ക്കും മനുശങ്കറിനും മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. കാരണം വെച്ചാൽ മനസ്സിനൊട്ടും താങ്ങാൻ പറ്റുമോ, ഒന്നാമത് ഹാർട്ടിന് സുഖമില്ലാത്ത ഒരു വ്യക്തി കൂടെയാണ്. അപ്പം ഈ ഒരു കാഴ്ച, കാരണം ആ ജയിലിൽ പോയി രോഹിത്തിനെ കണ്ട ആ ഒരു കാഴ്ച വളരെ ക്ഷീണിച്ച് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് രോഹിത്തിനെ കണ്ടത്. അലീനയ്ക്കും മനസ്സിന് വല്ലാത്തൊരു പ്രയാസം തോന്നി. അവൻ പറഞ്ഞ വാക്കുകളാണ് രോഹിത്തിൻ്റെ വായിൽ നിന്നും വന്ന വാക്കുകളാണ് ബാലചന്ദ്രനെ ഏറ്റവും കൂടുതൽ വിഷമപ്പെടുത്തിയത്. എന്നെ കാണാനായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ജാമ്യം എടുക്കാനായി ശ്രമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായിപ്പോയി. പക്ഷെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അവൻ്റെ ആ കണ്ണുകളിൽ ഒരു കുറ്റവാളിയുടെ തീവ്രതയല്ല കണ്ടത്. എന്തോ ഒരു എല്ലാം താൻ സ്വമേധയാ അത് ഏറ്റെടുത്ത പോലെയുള്ളൊരു കുറ്റബോധമാണ് അവൻ്റെ ആ കണ്ണുകളിൽ കാണാൻ സാധിച്ചത്. പക്ഷേ ബാലചന്ദ്രനെ മനുവും അലീനയും ഒരുപാട് സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് അങ്ങടിച്ച് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ആ വണ്ടിയിലിരുന്ന് മനുശങ്കർ പറഞ്ഞു, അങ്കിൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവണ്ട, എന്തായാലും ഇതിനെല്ലാം കാരണം ആ ഹരി തന്നെയാണ്. അവനാണ് നമ്മുടെ രോഹിത്തിനെ കൂടെ ഈ നിലയിൽ എത്തിച്ചത്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, മനു അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, ഞാനും അലീനയും കൃഷ്ണമോളും ഒക്കെ അവനെ ആ ഇറങ്ങുന്ന അന്നത്തെ ദിവസവും കൂടെ അവനെ നമ്മൾ പറഞ്ഞതാണ്, മോനെ നീ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ നിനക്കത് വലിയ അപകടം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടും അവൻ അത് ചെവിക്കൊള്ളാണ്ടാണ് അവൻ ഈ ഒരു ട്രാപ്പിൽ ചെന്ന് പെട്ടുപോയത്. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛ ഇത്രയേറെ വിഷമിക്കല്ലേ അച്ഛ, അവനെ നമുക്ക് നല്ല രീതിയിൽ നല്ല സ്വഭാവമുള്ള ഒരാളായി കൊണ്ടുവരാൻ പറ്റും. അച്ഛന് ഞങ്ങളൊക്കെ ഇല്ലേ, അച്ഛൻ ഇത്രയും ബുദ്ധിമുട്ടി ഒന്നും വരുത്തി വയ്ക്കല്ലേ അച്ഛ, ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആരുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഞാനൊരു അച്ഛനായി പോയില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പിറുപിറുത്തോണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വീടെത്തുന്നവരെ രോഹിത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വീടെത്തിക്കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ റൂമിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ മനുവും അലീനയും പരസ്പരം അങ്ങോട്ട് ആ ജയിലിൽ കണ്ട കാഴ്ചകളും രോഹിത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു. മനു പറഞ്ഞു, അങ്കിൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്, നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്ന്. അപ്പോൾ അലീന പറഞ്ഞു, ആയിക്കോട്ടെ മനുവേട്ട. എന്നിട്ട് മനു പറഞ്ഞു, നീ ഇനി ആ ശരണ്യെ കാണാൻ പോകുന്നത് വേണ്ട കേട്ടോ, കാരണം വെച്ചാൽ വളരെ അപകടമാണത്. അപ്പോൾ പറഞ്ഞ്, ഒരു കുഴപ്പമില്ല മനുവേട്ട, എനിക്ക് അലീന ശരണ്യ എന്ന് പറയുന്നത് എൻ്റെ രേവതി കുട്ടിയെ പോലെയും അതുപോലെ കൃഷ്ണമോളെ പോലെയാണ്. അവർക്ക് ആർക്കെങ്കിലും ആണ് ഈ ഒരു ഗതി വന്നാൽ നമുക്ക് തഴഞ്ഞു കളയാൻ പറ്റുമോ? എൻ്റെ അനുജനും അതുപോലെ മനുവേട്ടൻ്റെ അനുജനും ചേർന്ന് ആണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ജീവിതാവസ്ഥ വന്നത്. അവളെ ജീവിതത്തിലോട്ട് പിടിച്ചു കയറ്റേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ്. ഞാൻ വളർന്ന സാഹചര്യങ്ങൾ മനുവേട്ടൻ അറിയാമല്ലോ, അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കലും മനുവേട്ട. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ചെന്ന് അവൾക്ക് ചെറിയൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് മനുവേട്ടൻ എന്നെ പോകാൻ അനുവദിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മനു പറഞ്ഞു, നിന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ല, നിന്നൊക്കെ എന്ത് പറഞ്ഞാലും അതിന് മറുപടി ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ നീ എപ്പോഴും നിന്നെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചോണം, അപകടങ്ങളിൽ ചെന്ന് നീ തല സ്വമേധയാ വെച്ചു കൊടുക്കരുത് എന്നാ ഞാൻ പറഞ്ഞതെന്ന് പറയും. എന്നിട്ട് പിന്നെ അവർ രോഹിത്തിൻ്റെ കാര്യം സംസാരിക്കും കേട്ടോ. അതായത് രോഹിത്തിൻ്റെ കാര്യത്തിൽ അലീന പറയും, മനുവേട്ടൻ അവനെ ശ്രദ്ധിച്ചായിരുന്നോ? ഹരിയെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് മനു പറഞ്ഞു, അവൻ പറഞ്ഞത് എനിക്ക് ജാമ്യം എടുത്ത് എന്നെ പെട്ടെന്ന് വീട്ടിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ രോഹിത്തിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് രോഹിത്ത് പറഞ്ഞ കാര്യം
എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ജാമ്യത്തിന് വേണ്ടി നടക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം, എന്നെ കാണാനായിട്ട് ആരും വരാതിരുന്നാൽ മതി, എനിക്ക് നിങ്ങളെയൊന്നും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യവും ആ ഒരു ഇതും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, അതെന്തുകൊണ്ടായിരിക്കും മനുവേട്ടന് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു, എന്തുകൊണ്ട് പറഞ്ഞു കാണും. അപ്പോൾ മനു പറഞ്ഞു, അവനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട്. അത് മാത്രമല്ല മനുവേട്ട, അവൻ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഇനി അവൻ തെറ്റ് ചെയ്തിട്ടില്ലേ, നമുക്കറിയാത്ത എന്തൊക്കെയോ നിഗൂഢതകൾ അവൻ്റെ ആ മനസ്സിലുണ്ട് എന്നിങ്ങനെ അലീന മനുശങ്കറിനോട് പറയുന്നുണ്ട്. അപ്പം മനു ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മനുവിൻ്റെ അടുത്ത് പറയാം, മനുവായിട്ട് ഇരിക്കുക, ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വരാം. വേണ്ട അലീന, എനിക്ക് ചായ വേണ്ട, ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് മനു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതേസമയം നമ്മുടെ കൃഷ്ണമോള് വരെയാണ്. കൃഷ്ണമോള് വന്നിട്ട്, എന്തായി അലീന ചേച്ചി, രോഹിതേട്ടനെ കാണാൻ പോയിട്ട്. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായി. എത്രയൊക്കെ പറഞ്ഞെന്നാലും എനിക്ക് രോഹിത് ഏട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അലീന ചേച്ചി, എൻ്റെ ഏട്ടനല്ലേ. പക്ഷേ ഏട്ടൻ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഏട്ടനെ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ലേ എന്നൊക്കെ ചോദിക്കും എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ അലീന കൃഷ്ണമോളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം, അല്ലെങ്കിലും നമുക്ക് അവനെ നല്ലൊരു സ്വഭാവമുള്ള ഒരാളാക്കി തന്നെ തിരിച്ച് നമുക്ക് അവനെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അലീനയെ കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതി കുട്ടി നമ്മുടെ അലീനയെ വിളിക്കുകയാണ്. അതായത് എന്തായി അലീന ചേച്ചി, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രോഹിത്തിനെയൊക്കെ ജയിലിൽ കാണാൻ പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയാണ്, ഇന്നതുപോലെ ഞാനും മനുവേട്ടനും അച്ഛനും കൂടെ കാണാൻ പോയിരുന്നു മോളെ, പക്ഷെ അവൻ്റെ വാക്കുകളിൽ നിന്നും അവൻ്റെ ആ കണ്ണുകളിലും എനിക്കൊരു കുറ്റവാളിയുടെ അല്ലെങ്കിൽ ഒരു പ്രതിയുടെ ഒരു രൂപം കാണാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി അവനങ്ങ് വല്ലാണ്ടായിപ്പോയി. വല്ലാത്തൊരു മോളെ, എനിക്ക് അവനെ കണ്ടിട്ട് അച്ഛനും സഹിക്കുന്നില്ല. ആ ചേച്ചിക്ക് ചേച്ചിയുടെ അനുജനായതുകൊണ്ടും ആ ചേച്ചിയുടെ അച്ഛൻ്റെ മകനായതുകൊണ്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷേ എനിക്കോ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്കും അങ്ങനെയല്ലല്ലോ. ഒരു പാപം പെൺകുട്ടിയെ പിച്ച് ചീന്തിയപ്പോൾ ഈ ഒരു മനോഭാവമൊന്നും കണ്ടില്ലല്ലോ ചേച്ചി. തെറ്റ് ചെയ്ത കുറ്റവാളികൾ എന്നും കുറ്റവാളികൾ തന്നെ. പീഡനത്തിനിരയായ പെൺകുട്ടി എത്രയേറെ സഹിക്കണു ചേച്ചി, അതാലോചിച്ച് നോക്കിയേ, ആ കുടുംബം എത്രയേറെ സഹിക്കണു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കുട്ടി അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം കൃഷ്ണമോള് അലീന രേവതി കുട്ടി അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് പോണം, പക്ഷേ എത്രയൊക്കെ പറഞ്ഞിരുന്നാലും എനിക്ക് എൻ്റെ അനുജനല്ലേ അവൾ, എനിക്ക് അവനെ അങ്ങനെ തഴഞ്ഞു കളയാൻ പറ്റുമോ മോളെ? അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ട്. കാരണം അലീനയ്ക്ക് രോഹിത്തിനെ കണ്ടു വന്നത് തൊട്ട് ഉള്ളിൽ എന്തോ ഇത്, കാരണം വെച്ചാൽ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മറ്റാരെ അറിയിക്കാണ്ട് അവൻ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അലീനയ്ക്കൊരു സംശയം, ഇനി യഥാർത്ഥത്തിൽ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതൊക്കെ ചേച്ചിക്ക് തോന്നുന്ന തോന്നൽ, ചേച്ചിയുടെ അനുജനായതുകൊണ്ട് ചേച്ചിക്ക് തോന്നുന്ന തോന്നലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറ്റവാളികൾ എന്നും കുറ്റവാളികൾ തന്നെ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി കുറ്റപ്പെടുത്തണം, അങ്ങനെ പറയല്ലേ മോളെന്ന് അലീന പറയുന്നുണ്ടെങ്കിലും രേവതിക്കുട്ടി നല്ല വർത്തമാനം പറയണം അലീനയുടെ അടുത്ത്. എന്നിട്ട് പിന്നെ ശരണ്യെ കാണാൻ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിയുടെ അടുത്ത് എത്ര പറഞ്ഞ് തർക്കിച്ചിരുന്നാലും ചേച്ചി പോകരുതെന്ന് പറഞ്ഞാലും പോകും, ചേച്ചിയുടെ ജീവന് ആപത്ത് വരുന്ന കാര്യങ്ങളൊന്നും ചേച്ചി ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി രേവതിക്കുട്ടി അലീനയെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. കാരണം എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ചിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ. എടുത്ത് ചാടി അന്നത്തെ പോലെ അവരെ വീട്ടിൽ ചെന്നും ചാടി അന്ന് മണ്ണെണ്ണ ഒഴിച്ചതും അങ്ങനത്തെ സിറ്റുവേഷനൊന്നും വരാണ്ട് നോക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അലീന ഒരു കോഫിയായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ ചടഞ്ഞുകൂടി ആകെ മനസ്സ് തകർന്ന് എന്തൊക്കെയോ വിഷമം സഹിക്കാനാകാണ്ട് ഒരു അച്ഛനെന്ന രീതിയിൽ മനസ്സിന് താങ്ങാനാവാത്തൊരു വിഷമം താങ്ങി അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ അലീന ചെന്നിട്ട് അച്ഛന്ന് വിളിച്ചിട്ട്, അച്ഛൻ എന്തിനാ അച്ഛൻ ഇത്രയേറെ വിഷമിക്കുന്നത്? അച്ഛൻ സങ്കടപ്പെടേണ്ട, നമ്മുടെ രോഹിതിനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാനാ മോളെ? അവൻ തെറ്റ് ചെയ്തവനല്ലേ, ഒരു കുറ്റവാളിയല്ലേ എൻ്റെ മകൻ, അവനെ എങ്ങനെ നമ്മൾ പുറത്ത് കൊണ്ടുവരും? അച്ഛൻ അവൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട്
നമുക്കെല്ലാ കാര്യങ്ങളും തിരക്കി അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ നമുക്ക് ജീവിതത്തിലോട്ട് പിടിച്ച് കയറ്റാം. അച്ഛൻ സമാധാനപ്പെട്, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛന് നമ്മളൊക്കെ ഇല്ലേ അച്ഛ, അച്ഛൻ ഇങ്ങനെ തളർന്നു പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആരാ അച്ഛ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അലീന ബാലചന്ദ്രനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ അല്ലേ. തൻ്റെ കുടുംബം, ഭാര്യ ആശുപത്രിയിൽ, 2 പെൺമക്കൾ കൂടെയുണ്ട്, പിന്നെ ഭാര്യയുടെ അവിഹിതത്തിലുണ്ടായ കുട്ടി, സ്വന്തം മകളെപ്പോലെ തന്നെ സ്വീകരിച്ച ഒരു അച്ഛൻ, 2 പ്രാവശ്യം ഹൃദയാഘാതം സംഭവിച്ച ഒരു മനുഷ്യൻ, അതുപോലെ വളർത്തി ഒരു 20 വയസ്സ് വരെ നല്ല രീതിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി വളർത്തിയ മകൻ ഒരു പീഡന കേസിന് ജയിലിൽ കിടക്കുന്ന അവസ്ഥ. ഇത് ഇത്രയും ഹാൻഡിൽ ചെയ്യണ ആ മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ്റെ ആ വികാരം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ആ സിറ്റുവേഷൻ കടന്ന് തന്നെ പോകണം ആ മനുഷ്യൻ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ആ ഒരു റൂട്ട് മാപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ രോഹിത് തെറ്റുകാരനല്ല എന്നുള്ളത് അലീന തെളിയിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം, നമ്മുടെ ശരണ്യയൊക്കെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് അലീന കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പ്രൊമോ എല്ലാ ദിവസവും രാത്രി 9:30 തന്നെ ഇടുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.